കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ് 6 ദിവസമായി ജനങ്ങളെയും പോലീസുകാരെയും ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് ഒളിച്ചു കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾ കാണാതെ, പോലീസ് കാണാതെ കാറുകൾ മാറി മാറി ഉപയോഗിച്ചുകൊണ്ട്, മൊബൈൽ ഫോണുകൾ മാറി മാറി ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് നിൽക്കാൻ സാധിക്കാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗതികേടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നു. അതിന് ഈ പറഞ്ഞതുപോലെ സെലിബ്രിറ്റി പദവിയുള്ള ആളുകളുടെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുന്നു എന്ന സംശയങ്ങൾ ഉയരുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനായി ഗ്രൂപ്പ് യോഗങ്ങൾ സംഘടിപ്പിക്കുകയും അയാൾക്ക് പാലക്കാട് ഒരു സ്പേസ് ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ള കോൺഗ്രസിന്റെ തന്നെ ഗ്രൂപ്പ് നേതാക്കൾ അയാളെ സഹായിച്ചു എന്നൊരു ആരോപണങ്ങൾ കൂടി ഉയരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ബാംഗ്ലൂരിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലത്ത്, ബാംഗ്ലൂരിന്റെ നഗരത്തോട് ചേർന്നിട്ടുള്ള, ബാംഗ്ലൂർ നഗരത്തിൽ നിന്ന് 36 കിലോമീറ്റർ മാത്രം അകലെയുള്ള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വനാതിർത്തിയോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒളിവിൽ കഴിയുന്നു എന്നൊരു വിവരം പ്രത്യേക അന്വേഷണ സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് പറയുന്നത്. ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. 2-3 കേന്ദ്രങ്ങളായിട്ട് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതിലൊന്ന് പൊള്ളാച്ചിയിലാണ്. പൊള്ളാച്ചിയിൽ ഈ പറയുന്ന തിരുവനന്തപുരത്തുള്ള പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നുണ്ട്. ഈ ബാംഗ്ലൂരിലും ഇത്തരത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നുണ്ട്. ഈ വിവരം കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പരിശോധനകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ പൊള്ളാച്ചിയും കോയമ്പത്തൂരും കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തിയിരുന്നു. ഈ അന്വേഷണ സംഘം തന്നെ തേടിയെത്തുന്നു എന്നറിയുന്ന സാഹചര്യത്തിലാണ് മറ്റാരുടെയൊക്കെ സഹായങ്ങൾ തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു കളയുന്നത് എന്നുള്ളതാണ്. പിടിക്കപ്പെടുന്നില്ല എന്നത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിരിക്കാം. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഗുരുതര സ്വഭാവം, പോലീസ് ഇതിനോടകം ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ, നേരത്തെ പുറത്തു വന്ന വെറും വാട്സാപ്പ് ചാറ്റുകളൊന്നും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നിർണായകമായ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ യുവതി ചികിത്സ നേടിയ ഈ യുവതിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കുന്ന നിലയിലേക്ക് അന്വേഷണ സംഘം കടന്നു കഴിഞ്ഞിട്ടുണ്ട്. കേസ് നാളെ കോടതിയിലേക്ക് എത്തുമ്പോൾ, മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോടതിയിലേക്ക് എത്തുമ്പോൾ രാഹുലിന് അത്ര ആശ്വാസകരമായിരിക്കില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിനിടയിൽ തന്നെ പുതിയൊരു പരാതി കൂടി, ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു പരാതി കൂടി, സമാന പരാതി കൂടി രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഒളിവിലിരുന്ന് ആരെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരാണോ, പ്രാദേശിക നേതാക്കളാണോ എന്നൊക്കെ ആളുകൾ സംശയിച്ചാൽ പോലും തെറ്റു പറയാൻ പറ്റാത്ത തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. രാഹുലിനെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നേതാക്കൾ പിന്തുണയ്ക്കുന്നത്, പാലക്കാട്ടെ നേതാക്കൾ പിന്തുണയ്ക്കുന്നത്, അവിടെയുള്ള സ്ഥാനാർത്ഥി ചർച്ചകളിൽ പങ്കെടുപ്പിക്കുന്നത്, അവിടെയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് രാഹുൽ പങ്കാളിയാവുന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഗോകുൽ കെ വേണുഗോപാൽ, അതുതന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളണോ കൊള്ളണോ എന്നതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ കോൺഗ്രസിനകത്ത് പലതരത്തിലുള്ള വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതാണ്. കെ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് വീണ്ടും ഒരു പരാതി, അതിഗൗരവമുള്ള ക്രൂരമായ പീഡനത്തിനിരയായി എന്നതിനെ സംബന്ധിച്ചൊരു പരാതി മുന്നോട്ടേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. അതിൽ ആ പെൺകുട്ടി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഭയന്നിട്ടാണ് പോലീസിൽ പരാതി നൽകുന്നത് എന്നുള്ളതാണ്. ആ സമയത്ത് ഏത് രീതിയിലുള്ള ട്രോമയായിരിക്കാം, അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങളായിരിക്കാം ഇയാളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ടും സംശയത്തിന്റെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംശയത്തിന്റെ നിലയിൽ നിർത്തുന്ന ചോദ്യമാണ്. അതൊരു പരാതിയായി ഉയർന്നു വന്ന സാഹചര്യമാണുള്ളത്. ശരീരത്തിൽ ഉൾപ്പെടെ മുറിപ്പാടുകൾ ഉണ്ടാക്കി എന്നുള്ള പരാതികളും ഗൗരവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പറയുന്ന, ഇപ്പോൾ ബാംഗ്ലൂരിലുണ്ട് എന്ന് പറയുന്ന പെൺകുട്ടി, 23-കാരിയായിട്ടുള്ള പെൺകുട്ടി പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു തീർപ്പ് എന്നുള്ള നിലയിലല്ല നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സംശയങ്ങൾ, ആരോപണങ്ങൾ നേരത്തെ ഉയർന്നു വന്ന സമയത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിനോടൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റെന്തെങ്കിലുമൊക്കെ പരാതികൾ ഉണ്ടായിരുന്നു എന്ന്. അത്തരത്തിലൊരു പരാതിയും ഇല്ല എന്നായിരുന്നു നേരത്തെയൊക്കെ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ നേതൃത്വം, KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേ ആളുകൾ തന്നെ ഇപ്പോൾ തിരുത്തി പറയുന്ന ഒരു സാഹചര്യം, നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു, അത് DGPക്ക് കൈമാറി എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ പലതരത്തിലുള്ള, ഇപ്പോൾ 2 പരാതികളാണ് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനും അപ്പുറത്തേക്ക് ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നു. അതിനെ ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡോടുകൂടി, ഒരു ധാർഷ്ട്യത്തോടു കൂടിയൊക്കെ അതിനെ തള്ളിക്കളയുകയും പരാതി എവിടെയെന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തി ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ തെളിവുകൾ, അല്ലെങ്കിൽ കൂടുതൽ തെളിവുകളോടെ പരാതികൾ, അവർ അനുഭവിച്ചിട്ടുള്ള വേദനകളും പങ്കുവെച്ചുകൊണ്ട് വലിയൊരു പരാതി KPCC നേതൃത്വത്തിനും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്ക് ഉൾപ്പെടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.